അപ്പോൾ അദ്ദേഹം പഠിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ അത് പഠിച്ചത് കഴിഞ്ഞോ എന്ന് രണ്ടാമതൊരു ചോദ്യം വരുന്നില്ല, ഈ മുഖ്യമന്ത്രിയോട് വരുന്നില്ല. അതേസമയം LDFിൻ്റെ ഒരു മുഖ്യമന്ത്രിയാണെങ്കിൽ അതിന് ഉത്തരം പറയാതെ അയാൾക്ക് എണീറ്റ് പോകാൻ പറ്റത്തുമില്ല. ശരിക്കും പറഞ്ഞാൽ UDF ഇപ്പോൾ അധികാരത്തിൽ വന്നതിന് ശേഷം അവരുടെ നേരത്തെ പറഞ്ഞിരുന്ന പദ്ധതികൾ അവരത് അത് മറന്നുപോയിട്ടില്ല. അതിനെക്കുറിച്ചെല്ലാം അവരുടെ മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനങ്ങളായിട്ടും ഗവർണറുടെ നയപ്രഖ്യാപനങ്ങളായിട്ടും ആ പദ്ധതികളൊക്കെ സർക്കാരിൻ്റെ സജീവ ശ്രദ്ധയിലൂടെ നടപ്പാക്കുമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അതവർ പ്രോമിസ് ചെയ്ത്. പക്ഷേ അവർ LDF സർക്കാരിനെ ഓഡിറ്റ് ചെയ്ത ചില കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പെട്രോളിയത്തിൻ്റെ വില കൂട്ടുമ്പോൾ, കേന്ദ്ര സർക്കാർ വില കൂട്ടുമ്പോൾ എന്താണെന്നറിയാം. ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് മറുപടിയേ ഇല്ല. ഇപ്പോൾ സംസ്ഥാന റഫ് എസ്റ്റിമേഷൻ എന്താ വെച്ചാൽ സംസ്ഥാന സർക്കാരിന് ഒരു 1100 കോടി രൂപ ഒരു വർഷം കിട്ടും, അധിക വരുമാനം കിട്ടുന്നത്. ഇപ്പോൾ 7.5 രൂപയോളം ഇപ്പോൾ കൂട്ടിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ചോദിക്കുമ്പം അദ്ദേഹം പറയുന്ന അവസാനത്തെ കൂട്ടട്ടെ, അങ്ങനെ അവർ അവസാനത്തെ കൂട്ടൽ എന്ന് പറഞ്ഞൊരു കൂട്ടലില്ല. ഒന്ന്. രണ്ടാമത്തെ ഇതൊരു ടാക്സ് റേറ്റാണ്. ഇത് ഇപ്പോൾ ഇന്ന് 4 രൂപ കൂട്ടിയാൽ, ഇന്ന് 1 രൂപ കൂട്ടിയാൽ, ഇന്ന് 57 പൈസ കൂട്ടിയാൽ അതിൽ സംസ്ഥാനത്തിന് ഷെയർ എത്രയുണ്ട് എന്ന് കണക്കാക്കാൻ നിങ്ങൾ ചുമ്മാ ഒരു കാൽക്കുലേറ്ററിനോട് പറഞ്ഞാൽ മതി. അത് എല്ലാം കൂടി 1 മിനിറ്റിൻ്റെ ആവശ്യമേ വരുള്ളൂ. നമ്മൾ ഇതിൻ്റെ അകത്ത് എത്രയാണ് സംസ്ഥാന എക്സ്ചക്കറിന് എക്സ്ട്രാ ആയിട്ട് കിട്ടാൻ വേണ്ടി പോകുന്നത്, അത് വേണ്ടെന്ന് വെക്കാൻ വേണ്ടി തീരുമാനിക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി 5 മിനിറ്റ് നേരത്തെ ആവശ്യമുള്ളൂ. പക്ഷേ അദ്ദേഹം എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇങ്ങനൊരു കാര്യമല്ല അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് ഈ ഇരട്ടത്താപ്പ് പക്ഷെ പലപ്പോഴും നമ്മൾ തന്നെ ഇപ്പം മറന്നുപോയി. വേറെ അല്ല, എന്തുകൊണ്ടത് ഞാനത് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ നിലപാടും അതിനെക്കുറിച്ചുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സൃഷ്ടിയാണ്. സംസ്ഥാന സർക്കാരിന് വളരെ ചെറിയ വരുമാന സ്രോതസ്സുകളേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് ഞങ്ങളായിട്ട് കുറയ്ക്കില്ല എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ നിലപാട്. അത് ശരിയല്ല എന്നുള്ളതാണ് UDFിന് സതീശൻ്റെ പ്രത്യേകിച്ചും നിലപാട്. അതാണ്. മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് ഭരിച്ചിരുന്ന ചില സംസ്ഥാനങ്ങളിൽ ചെറിയ തോതിൽ ഇളവ് വരുത്തിയതിന് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ തന്നെ ഇളവ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അപ്പോൾ അദ്ദേഹം പഠിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ അത് പഠിച്ചത് കഴിഞ്ഞോ എന്ന് രണ്ടാമതൊരു ചോദ്യം വരുന്നില്ല, ഈ മുഖ്യമന്ത്രിയോട് വരുന്നില്ല. അതേസമയം LDFിൻ്റെ ഒരു മുഖ്യമന്ത്രിയാണെങ്കിൽ അതിന് ഉത്തരം പറയാതെ അയാൾക്ക് എണീറ്റ് പോകാൻ പറ്റത്തുമില്ല.